ഇന്ന് ഞങ്ങൾ പോയത് ജീസസ് ക്രൈസ്റ്റ് ഓഫ് വങ്താവിലേക്കാണ്. ഞങ്ങൾ രാവിലെ അവിടെ ബീച്ചിലൊക്കെ പോയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. സമയം ഒരു ഉച്ചയായിട്ടുണ്ടാവും. ചെറിയൊരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടത്തേക്ക് കയറുന്ന എൻട്രൻസിൽ തന്നെ വെള്ളാരം കല്ലുകൾ കൊണ്ട് പലതരം കളറുകളിൽ പല രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. അത് ആ മതിന്മേൽ ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. അത് ഉണ്ടാക്കാനും നല്ല ബുദ്ധിമുട്ടുണ്ടായി കാണും. യേശു ക്രിസ്തുവിൻ്റെ രൂപമൊക്കെ ആ കല്ലുകൾ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ജീസസ് ക്രൈസ്റ്റിൻ്റെ സ്റ്റാച്യൂയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറേ നടകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നടകൾ കയറിയിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകേണ്ടത്. നമ്മൾ അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിട്ടില്ല. കാരണം ആ സമയത്ത് വലിയ വിശപ്പുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ അധികവും വിയറ്റ്നാമീസ് ഹോട്ടൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ആ ഭക്ഷണം അത്ര പിടിക്കാത്തതുകൊണ്ട് നമ്മളത് കഴിക്കാൻ നിന്നില്ല. നമ്മളതിന് പകരം ഒരു ജ്യൂസ് കുടിച്ച് നിന്നു. പിന്നെ ഈ സ്റ്റെപ്പൊക്കെ കയറാൻ തുടങ്ങുമ്പോൾ നല്ല ക്ഷീണം തോന്നി. പകുതി കയറി നമുക്ക് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ വങ്താവു നഗരം മൊത്തം കാണാം എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. ഈ കയറാനുള്ള സ്റ്റെപ്പുകളുടെ എണ്ണം ചെറുതൊന്നുമല്ല. 811 സ്റ്റെപ്പുകൾ എങ്ങാനും അവിടെയുണ്ട്. എല്ലാവരും നല്ലൊരു ആവേശത്തിൽ ആദ്യം ഓടിയും നടന്നുമൊക്കെ സ്റ്റെപ്പ് കയറുന്നു. അതേപോലെ തന്നെ ഞങ്ങൾ നടന്നു. അങ്ങനെ കയറി ഒരു 600 സ്റ്റെപ്പ് എത്തുമ്പോഴത്തേക്കും എനിക്ക് ഒട്ടും വയ്യ. ഞങ്ങളാണെങ്കിൽ കുടിക്കാനുള്ള വെള്ളവും എടുത്തില്ല. എവിടെ നോക്കിയിട്ടും ഒരു കടയും ഇല്ല, ഒന്നുമില്ല. പിന്നെ അങ്ങ് ടോപ്പിലെത്താനാവുമ്പം ഒരു ചെറിയ കട കണ്ടു, ഐസ്ക്രീമും വെള്ളമൊക്കെ വെക്കുന്നത്. അവിടെ എത്തുമ്പോൾ ഒരു സമാധാനമായി. അങ്ങനെ അവിടെ വേഗം കയറി ഒരു വെള്ളമൊക്കെ കുടിച്ച് അവിടെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ മുകളിലോട്ട് പോയത്. ഈ ഹൊച്ചിമിൻ സിറ്റിയിലെ തന്നെ തുറമുഖങ്ങളൊക്കെ വരുന്നത് ഈ ഭാഗത്താണെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ വലിയ വലിയ കപ്പലുകളും കാര്യങ്ങളും ഒക്കെ കാണാനുണ്ടായിരുന്നു. ഓരോ 100-200 സ്റ്റെപ്പുകൾ കയറുമ്പോഴും അവിടെ വിശ്രമിക്കാനുള്ള സ്ഥലം അവരൊരുക്കിയിട്ടുണ്ട്. അവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് പോകാം. പിന്നെ അവിടെ ഇരുന്ന് കാഴ്ചകൾ കാണാം. അവിടെ നിന്നുള്ള വ്യൂ കാണാൻ നല്ല രസമാണ്, ചുറ്റും കാണാൻ. ഇതാ വരുന്നവരെയൊക്കെ കണ്ടോ? മുകളിലെത്തി താഴേക്ക് എത്തുമ്പോഴത്തേക്കും അവർ നല്ല ടയേർഡായിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ വേറെ വണ്ടിയോ കാര്യങ്ങളോ അങ്ങനത്തെ സൗകര്യങ്ങളോ ഒന്നുമില്ല. ഇതിങ്ങനെ നടന്നു തന്നെ പോകണം. ഈ വരുന്ന ചെറിയ കുട്ടികളൊക്കെ കാണുമ്പോൾ അവർ നല്ല ഉഷാറിലാണ് വരുന്നത്. പക്ഷേ എല്ലാവർക്കും മടുത്തു. മുകളിലേക്ക് കയറി താഴെ ഇറങ്ങുമ്പോഴത്തേക്കും ഒരുവിധം ആവുന്നുണ്ട് എല്ലാവരും. ഞാൻ ഈ നടക്കുന്നതിനിടയിൽ സ്റ്റെപ്പിൻ്റെ എണ്ണം എണ്ണിയതല്ല കേട്ടോ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഞാൻ ക്ഷീണിച്ച് അവിടെ ഒരു സൈഡിലിരുന്നു. ആദ്യ സ്റ്റെപ്പിൻ്റെ എണ്ണം എഴുതി വെച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ കുഞ്ഞാട്ടൻ എന്നോട് ചോദിക്കുകയാണ്, ഈ സ്റ്റെപ്പ് എണ്ണീനോന്ന്. ഈ നടക്കാൻ കഴിയുന്നേ ഇല്ലാത്ത ഞാൻ ആ സ്റ്റെപ്പ് എണ്ണാൻ നിൽക്കുന്നത്. അവിടെ എന്തോ അനൗൺസ്മെൻറ്റ് പോലെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ലാംഗ്വേജ് മനസ്സിലാവാത്തതുകൊണ്ട് അതെന്താണെന്നുള്ളത് മനസ്സിലാവില്ല. ഈ വ്യൂ നോക്കിയേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ കാണുന്നത് ഒരു ബീച്ചാണ്. ഈ ജീസസ് ക്രൈസ്റ്റ് സ്റ്റാറ്റ്യൂവിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബീച്ചാണ് വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയിട്ട് സമയം ചെലവഴിക്കാം. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്.
പകുതി എത്തുമ്പോഴത്തേക്കും നല്ല ക്ഷീണം തോന്നി. ഒരിക്കൽ വിചാരിച്ചു മടങ്ങിപ്പോയാലോ എന്ന്. പിന്നെ അത്രയും വന്നതല്ലേ എന്ന് കരുതി മുകളിലോട്ട് തന്നെ നടന്നു. എല്ലാവരും പകുതി കയറുന്നു, അവിടെ ഇരിക്കുന്നു, പിന്നെയും കയറുന്നു, അവിടെ ഇരിക്കുന്നു. ഇത് തന്നെയായിരുന്നു അവസ്ഥ. കയറിയാലും അവിടത്തേക്ക് എത്തുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളത്തിൻ്റെ കട. അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് കുറച്ച് സമാധാനമായത്. എല്ലാവരും ഇവിടെ വന്നിട്ട് വെള്ളം കുടിക്കുകയും ഐസ്ക്രീം എന്നൊക്കെ ചെയ്തിട്ട് ക്ഷീണം മാറ്റുന്നുണ്ട്. അങ്ങനെ ഞാനും അങ്ങോട്ടേക്ക് കയറി. അങ്ങനെ പറഞ്ഞ് നമ്മൾ അടുത്തേക്ക് എത്താനായി. അതാണ് ഞാൻ പറഞ്ഞ ജീസസ് ക്രൈസ്റ്റ് സ്റ്റാച്യു. ഇവിടെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും ആൾക്കാർ വരുന്നത് ഫോട്ടോ എടുക്കാനാണ്. പിന്നെ ഇവിടെ ഒരു ക്യാമറാമാൻ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുത്തു തരും. പിന്നില്ലേ ഈ കാണുന്ന സ്റ്റാറ്റ്യൂവിൻ്റെ ഉള്ളിൽ കൂടി സ്റ്റെപ്പ് ഉണ്ട്. അതിൽ കൂടി നമുക്ക് പോയിട്ട് ആ ക്രൈസ്റ്റിൻ്റെ കൈഭാഗത്ത് ഒരു ഹോളുണ്ട്, അതിലെ കൂടി നമുക്ക് തലയിട്ട് പുറത്തേക്ക് നോക്കാം. ഒരു സമയം 3 ആൾക്ക് നിന്നിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഞാൻ ഇവിടം വരെ എത്തുമ്പോഴത്തേക്കും തന്നെ നല്ല ടയേർഡായി. പിന്നെ എനിക്ക് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ അവിടെ ഒരു വിശ്രമ ഏരിയ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് സമയം കണ്ണു ചിമ്മി. കുഞ്ഞാട്ടൻ മാത്രമാണ് മുകളിലേക്ക് പോയത്. ഇത് എല്ലാവരും മുകളിലെത്തിയതിന് ശേഷം റെസ്റ്റ് എടുക്കുന്നതാണ് കാണുന്നത്. ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലായിരുന്നു. ഇതാണ് ഏറ്റവും ടോപ്പിൽ നിന്ന് നമുക്ക് കാണുന്ന വ്യൂ. വങ്താവു നഗരം മൊത്തം നമുക്ക് ഒന്നിച്ച് കാണാമെന്നുള്ളതാണ് അവിടെ നിന്നുള്ള പ്രത്യേകത. ഒരു സമയം 3 ആൾക്ക് മാത്രമേ അതിനുള്ളിൽ കയറി കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർ പുറത്ത് നിൽക്കണം. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് വീഡിയോയിൽ കാണുമ്പോൾ. അത് നേരിട്ട് കാണാൻ എനിക്ക് പറ്റിയില്ല, എനിക്കൊട്ടും വയ്യായിരുന്നു. കുഞ്ഞാടിനോട് ഞാൻ പറഞ്ഞു, ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞാൻ കയറിക്കോളാം, എന്തായാലും എന്നെ കൊണ്ട് പറ്റൂല എന്ന്. ഇതാണ് കേട്ടോ ആ സ്റ്റാറ്റ്യൂവിൻ്റെ ഉള്ളിലെ കൂടിയുള്ള സ്റ്റെപ്പ്. വളരെ ചെറുതാണ്, ചെറിയ സ്ഥലം മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കുമല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ വിശ്രമസ്ഥലം. ഞാൻ പറഞ്ഞതും ഞാൻ ഇരുന്നതായ വിശ്രമസ്ഥലം. ഞാൻ അവിടെ ഇരുന്നിട്ട് ചെറിയൊരു ഉറക്കം കഴിഞ്ഞു കുഞ്ഞാട്ടം വരുമ്പോഴത്തേക്കും. അപ്പോഴത്തേക്കും എൻ്റെ ഇതിൽ ശരിയായി. പിന്നെ അവിടുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് മടങ്ങുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ട് സ്റ്റെപ്പ് ഇറങ്ങുന്നതല്ലേ, വളരെ പെട്ടെന്ന് ഇറങ്ങി വേഗം എത്തിയ പോലെ നമുക്ക് തോന്നി. നമ്മൾ രാവിലെ ഒരു കാറ് ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ആ ഡ്രൈവർ തന്നെ വൈകുന്നേരം വരെ, അതായത് നമ്മുടെ അവിടെ ഫുള്ള് ചുറ്റിക്കറങ്ങുന്നവരെ അവിടെ നിന്നു. ഓരോ സ്ഥലം ഇന്നൊക്കെ സ്ഥലങ്ങളുണ്ട്, നിങ്ങൾ അവിടെ പോയിക്കോ എന്നുള്ളത് അവർ സജസ്റ്റ് ചെയ്ത്. കാരണം ഈ വിയറ്റ്നാമിലെ ആൾക്കാരാകുമ്പോൾ അവർക്ക് കുറച്ചും കൂടി പ്ലേസസ് അറിയാമല്ലോ, ഏതൊക്കെയാണ് വിസിറ്റ് ചെയ്യാനുള്ളത് എന്നുള്ളതൊക്കെ. ഹൊച്ചിമിൻ സിറ്റിയിലെ വങ്താവുവിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഇത്. നല്ലൊരു എക്സ്പീരിയൻസാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്.
ഇവിടെയുള്ള എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും അടുത്തടുത്ത് തന്നെയാണ്. അത് വങ്താവ് എന്ന് മാത്രമല്ല, ഹോച്ചിമിൻ സിറ്റിയിൽ തന്നെ അങ്ങനെയാണുള്ളത്.